ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മോഹൻലാലിൻ്റെ കൂടെയാണെന്നും പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് ജിസ് പറഞ്ഞത്, അയ്യോ ചേച്ചി മഞ്ജു വാര്യർ മാത്രമല്ലേ കിച്ചൺ ട്രഷേഴ്സ് ചെയ്ത, അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്യൂപ്പ് ഇട്ടിട്ട് സാരി ഉടുത്ത് നിൽക്കുന്നുണ്ട്, അതിൽ സാമ്പാർ വിളമ്പുണ്ട്, അത്രയേ ഉള്ളൂ. അവളുടെ ഏത് കഥാപാത്രങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാം അവൾ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ഫ്രീഡം കുട്ടിക്കാലം തൊട്ടേ കൊടുത്തിട്ടുണ്ട്. സിനിമ വന്നു കഴിഞ്ഞപ്പം എല്ലാം അവളുടെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുന്നു. അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അവളുടെ തന്നെയാണ്. പാരഡൈസിൽ എനിക്ക് ആ കഥാപാത്രം നല്ല ഇഷ്ടമായി. 4 പേരും വളരെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ തന്നെ. സ്വഭാവങ്ങളും സ്വഭാവങ്ങളൊക്കെ വളരെ വേറെയാണ്. പക്ഷെ എല്ലാം വരുമ്പോൾ എല്ലാവരുടെ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അന്നൊന്നും ഞാൻ രാജനെ കണ്ടിട്ടില്ല കേട്ടോ. കല്യാണം എൻഗേജ്മെന്റിനും വന്നിട്ടില്ല, എൻഗേജ്മെന്റിന് പോലും വന്നിട്ടില്ല. കല്യാണത്തിന് ആദ്യമായിട്ട് കാണണേ. വീട്ടിൽ നിന്ന് ആൾക്കാർ ചെന്നിട്ടാണ് ഇവരുടെ വീട്ടിൽ വെച്ച് എൻ്റെ എൻഗേജ്മെന്റ് ഒക്കെ ചെയ്തത്. ഈ പോണ വഴിയിലുള്ള വീടുകളിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും. അവരൊക്കെ വർത്താനം പറയും, കാര്യങ്ങൾ പറയും, എവിടെയോ എന്താ മരുന്ന് കഴിച്ച്, ഇന്നലെ എവിടെയോ പോയ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ റൂട്ടീൻസ് ഉണ്ട്. പണ്ടത്തെ ഒരു ഇതെല്ലാം മാറി. ഇപ്പോൾ ശരിക്കും സിനിമകളും യങ്സ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ സിനിമയിലും അതേ എഫക്റ്റ് വന്നു എന്നേ പറയാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയ റോളാണെങ്കിലും നമുക്കതിനകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ആവേശം മാത്രം മതിയല്ലോ. ഞാൻ ചെയ്തതിൽ ഏറ്റവും ചെറിയ വേഷം ചെയ്തത് അതാണ്. പക്ഷെ അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നത് പോലും. ഹാപ്പിയാണോ? ബിബിമോൻ ഹാപ്പിയാണോ? അവനും എന്നും ഹാപ്പിയാ இருக்குமா? അത് തന്നെയാ വേണ്ടേ. ഓക്കെ അമ്മ. നോക്കപ്പ് ന്യൂസിനൊപ്പം ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത് നീരജ രാജേന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, രണ്ടുപേരും ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാ. ഒരുപാട് ഹാപ്പിയാണ്. ചേച്ചിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഹാപ്പി അല്ലേ രംഗം മോനെ, ഹാപ്പി അല്ലേ ബിബി മോനെ എന്ന ഡയലോഗാ. അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചോദിക്കാൻ തോന്നുന്നത് ഹാപ്പി അല്ലേ എന്നാ. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഡ്രസ്സായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരിച്ചയുടെ ഇപ്പം നോർത്ത് ഈസ്റ്റിന് പോയപ്പോഴും ഞാൻ പറഞ്ഞത് നിങ്ങൾ വിളിക്കാൻ കാരണം ഈ ഒരു സിനിമ കാരണമല്ലേ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ലല്ലോ. അത്രയും ഹാപ്പി ആണ് എവിടെ ചെന്നാലും. എനിക്ക് നിങ്ങളെ രണ്ടുപേരും കാണുമ്പോഴേ തോന്നുന്നൊരു കാര്യമുണ്ട്, രണ്ടുപേര് റിട്ടയർമെന്റ് ലൈഫ് സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതുപോലെ. ഇങ്ങനൊരു ഇതിലേക്കൊരു എൻട്രി വരുന്ന ആര് കണ്ടു? ചേട്ടനുള്ള കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെയൊക്കെ വരണം എന്ന്. പക്ഷേ നമുക്കറിയില്ലോ എന്താണ് നാളേക്ക് വേണ്ടി കാത്തിരിക്കണേ എന്നുള്ളത്. അതങ്ങനെ വന്നു, സർപ്രൈസിംഗ്ലി എൻട്രി വന്നു എന്നേ പറയും. പിന്നെ ഇതുവരെ ആരോടും ചോദിക്കാനോ പറയാനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ വരുന്നുണ്ട്. ഭാഗ്യം അത്രേ പറയാനായിട്ട്. പല സ്ഥലത്തും പറഞ്ഞതാണ്. ഇതൊരു തികച്ചും അവിചാരിതമായിട്ടാണ് ഇതിലേക്ക് വന്നു വിടണേ. കാരണം ഞാൻ പറയാം, എന്നെ ഒരു ബ്രിട്ടീഷ് കൗൺസിലിൽ സൗദി ബേസ്ഡ് ആയിരുന്നു. ഞാൻ അറിയാലോ, ഞാൻ അവിടെ ഒരു കഷ്ടി 30 വർഷത്തോളം ബ്രിട്ടീഷ് കൗൺസിലിൽ തന്നെയാണ് ജോലി എടുത്തിരുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ടൊരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ കൊണ്ടിടുക, കുറേ ചുമതലകൾ തരിക, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒരു ഫയർ ഫൈറ്റിംഗ് ജോലി പോലെ ചെയ്യാൻ എളുപ്പമാണ്. അത് കലാകാലങ്ങളായിട്ട് അങ്ങനെ ചെയ്ത് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതെനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവാണ്. ഞാൻ പറയാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള മാതിരി വന്നു വിട്ടേക്കണതാണ്. നിരഞ്ജൻ ഞങ്ങളുമായിട്ട് ഒരുപാട് സൺഡേ ഹോളിഡേക്ക് എന്നെ വിടാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോഴാണ് ആദ്യത്തെ എൻട്രി സ്റ്റാർട്ടിങ്. ചെറിയൊരു അപ്പോൾ ഒന്ന് ഞാൻ വിട്ടു പോരാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരിക്കലും അവിടെ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് കുട്ടികളുടെ വളർച്ചയും കുട്ടികളുടെ കൂടെയൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലായി. അപ്പോൾ അവർ UK പഠിക്കുന്ന സമയത്തോ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്തോ ഒക്കെ ഇങ്ങനെ എല്ലാവരും വേറെ സ്ഥലങ്ങളിലായപ്പോൾ ഒന്ന് വീണ്ടും എല്ലാവരും ഒരുമിച്ച് ആവണം എന്ന് വിചാരിച്ചിട്ട്, ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ടാണ് വരണേ. ഇത് ശരിക്കും പറഞ്ഞാൽ നിരജയെ കൊണ്ടാക്കാൻ പോയതാണ്. അത് പനപ്പള്ളി എന്ന് ഞാൻ വിടാമെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് പോരാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഒരു ചെറിയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ച് നിർത്തി അതിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു കപ്പിളായിട്ടൊരു ചെറിയ എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമാണ്. ഇല്ല ചേട്ടൻ വെറുതെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സൺഡേ ഹോളിഡേ. അത് പിന്നെ ഈ രാവിലത്തെ ജിസ് ജോയിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറച്ചെങ്കിലും ഇതൊക്കെ ചെയ്യാനുള്ളതിന് കാരണമായി മാറിയത്. അപ്പോൾ അങ്ങനെ ഇതിൽ വന്നു, സൺഡേ ഹോളിഡേ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിസ് പറഞ്ഞിരുന്നു പരസ്യങ്ങൾക്ക് അടുത്ത ആഴ്ചയായപ്പോൾ ഒരു കോൾ വന്നു ഇതേപോലെ തന്നെ. അതിലും
അല്ല ഞാൻ അല്ലല്ല പേരല്ല അതിൽ നീരജയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്നിരുന്നത്. നിറപറയുടെ. അപ്പം നീരജ എന്താ വെച്ചാൽ അതിന് തൊട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മോഹൻലാലിന്റെ കൂടെയാന്നും പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോഴാണ് ജിസ് പറഞ്ഞത്, അയ്യോ ചേച്ചിയും മഞ്ജു വാര്യരും മാത്രമല്ലേ കിച്ചൺ ട്രഷേഴ്സ് ചെയ്ത്, അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്യൂപ്പ് ഇട്ടിട്ട് സാരി ഉടുത്ത് നിൽക്കുന്നുണ്ട്, അതിൽ സാമ്പാർ വിളമ്പുണ്ട്, അത്രേ ഉള്ളൂ. ഈ വന്ന കോളിൽ ആ സമയത്ത് പറയുന്നുണ്ട് ചേട്ടൻ ഇതാവുമെന്ന് ചോദിച്ചപ്പോൾ നീരജ കയറി ആ ചേട്ടൻ ഇതാവുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അന്ന് അവിടെ വന്നു, അതിൽ നിന്നു, അതിനപ്പുറത്തേക്ക് എനിക്കിത് ഇങ്ങനെ ഒരു ഇതില് സൺഡേ ഹോളിഡേ ചെറിയ ഡയലോഗ് ഒരു എന്തോ അല്ല അത് സൺഡേ ഹോളിഡേ ആയിരുന്നില്ല. നിറപറയിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ജിസ് വളരെ വളരെ സ്നേഹത്തോടെ എന്നെ പിടിച്ച് ഇരുത്തി തൊട്ടടുത്ത് മോഹൻലാലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഒരു തിരുമേനിയായിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജിസ് പറഞ്ഞു അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒരെണ്ണത്തിനും കൂടി വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു താല്പര്യങ്ങളോ എനിക്ക് അതിന് കഴിവുണ്ടെന്നോ എനിക്കത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു ലൈനല്ലാത്ത അല്ല, അങ്ങനെയല്ല. പരസ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ കുറേയൊക്കെ ഡയറക്ടർ പറയണ പോലെ അങ്ങോട്ട് നോക്കൂ ചിരിക്കൂ, കുറച്ചൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സന്തോഷം വരണം അല്ലെങ്കിൽ സങ്കടം വരണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പിന്നെയും, അല്ലാതെ കുറേ ഡയലോഗ് പറയാനും അത് ഇമോട്ട് ചെയ്യാൻ പ്രോപ്പർലി ഇതാവാനോ അതിനൊന്നുള്ള കഴിവുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അപ്പം ഞാൻ എപ്പോഴും പറയണ കാര്യമാണ്, ഒരാളെ വിളിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിളിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചേച്ചി സംസാരിക്കുന്ന ഒരു വേദി പങ്കിട്ടിട്ടുണ്ടായിരുന്നു, അമ്മമാരില്ലാത്ത മലയാള സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും അമ്മമാരില്ലേ മലയാളം? അയ്യോ അമ്മമാരുണ്ട്. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ കമൻറ്റ് ഇത് തന്നെയായിരുന്നു, അമ്മമാരുണ്ട്. ആൻഡ് ഒരു മറ്റേ കൂട്ടുകുടുംബങ്ങൾ തീരെ ഇല്ല ഇപ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ സിനിമയിലും കഥകൾ വരുമ്പോൾ അതേപോലെ ആയില്ലോ. പണ്ടത്തെ ഒരു ഇതെല്ലാം മാറി. ഇപ്പോൾ ശരിക്കും സിനിമകളും യങ്സ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ സിനിമയിലും അതേ എഫക്റ്റ് വന്നു എന്നേ പറയാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയ റോളാണെങ്കിലും നമുക്കതിനകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ആവേശം മാത്രം മതിയല്ലോ. ഞാൻ ചെയ്തതിൽ ഏറ്റവും ചെറിയ വേഷം ചെയ്തത് അതാണ്. പക്ഷെ അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നത് പോലും. ഏറ്റവും ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആസിഫിൻ്റെ വേറൊരു പടത്തിന് അഡിയോസ് അമീഗോ അതിനകത്ത് എന്നെ വിളിച്ചതും ആ ശബ്ദം കൊണ്ട് തന്നെയാണ്, അമ്മയായിട്ട് വിളിച്ചത്. ഞാനില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കതിനകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ അതിലും കൂടുതൽ വലിയ മുഴുനീളം വേഷങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധവും എന്നാണ് എൻ്റെ പക്ഷം കേട്ടോ. ഞാൻ ഹാപ്പിയാണ്. ഉള്ള നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റണോ മുഴുവനായി എപ്പോഴും എന്നുള്ളത് മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രേ വേണ്ടൂ. ചേച്ചി, നമ്മൾ മലയാള സിനിമയിൽ ഒരുപാട് അമ്മവേഷങ്ങൾ കണ്ടിട്ടുണ്ട്. നായകന്മാരുടെ പുറകിൽ മാത്രം നടക്കുന്ന അമ്മമാർ. എന്നാൽ ഇന്നത്തെ ഇപ്പോൾ ഈ കുമ്പളങ്ങി നൈറ്റ്സിലെ അമ്മവേഷം, ആവേശത്തിലെ അമ്മവേഷം, കൃത്യമായി ഒരു ഐഡൻറ്റിറ്റി ഇല്ല അമ്മവേഷങ്ങളാണ് ഇന്നത്തെ സിനിമകളിൽ എന്ന് തോന്നിയിട്ടുണ്ട്. ചേച്ചിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആസ് ആൻ ആക്ടർ ശരിക്കും പറഞ്ഞാൽ ഏതൊരു ആൾക്കും ഒരു സിനിമ മുഴുവനും നമ്മൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കഥകൾ അതിന് വളരെ അങ്ങനത്തെ വരുന്നത്. ഒന്നുകിൽ ഫീമെയിൽ ലീഡായിരിക്കും, അല്ലെങ്കിൽ ആണുങ്ങളുടെ പ്രാധാന്യമുള്ള സിനിമകളായിരിക്കും, യങ്സ്റ്റേഴ്സിൻ്റെ ആയിരിക്കും. അതിൽ അമ്മമാർക്ക് ഇത്രയേ വരുന്നുള്ളൂ. ഉള്ളത് ഭംഗിയായാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹാപ്പിയാണ്. അതുപോലെ തന്നെ 2025 ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് എത്തിയിട്ടുണ്ട്. പാരഡൈസ് എന്ന സിനിമയിലെ ദർശനയുടെ പെർഫോമൻസിന്. അത് എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ട്? ഭയങ്കര സന്തോഷമായി. ഞാൻ അവളുടെ ഏത് കഥാപാത്രങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാം അവൾ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ഫ്രീഡം കുട്ടിക്കാലം തൊട്ടേ കൊടുത്തിട്ടുണ്ട്. സിനിമ വന്നു കഴിഞ്ഞപ്പം എല്ലാം അവളുടെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുന്നു. അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അവളുടെ തന്നെയാണ്. പാരഡൈസിൽ എനിക്ക് ആ കഥാപാത്രം നല്ല ഇഷ്ടമായി. നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് സംസാരവും ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് മാത്രം വന്നിരിക്കുന്നൊരു വലിയ സിനിമയല്ലേ. അപ്പോൾ അത്രയും വലിയൊരു ഡയറക്ടറുടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതും അങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതും ഭാഗ്യം അല്ലാണ്ടെന്താ പറയുക. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പോകുന്നത് തന്നെ ഇവരുടെയൊക്കെ കൂടെ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള ഇതിനൊക്കെ ഭാഗമാവുക, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത്തവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ ജയ ജയ ഹേ നോമിനേറ്റഡ് ആണെന്നും
അതൊരു സ്ട്രോങ് കണ്ടൻറ്ററാണെന്നൊക്കെ നമുക്കിങ്ങനെ ഏതാണ്ട് ഒരു ധാരണയുണ്ടായിരുന്നു. അത് ആ റോളും അങ്ങനത്തെയാണ്. അപ്പോൾ നമുക്കതൊരു എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള മാതിരി അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഒരിക്കലും അത് ഇത്തവണ ഞങ്ങൾക്ക് ഇതിൽ പാരഡൈസ് അതിൽ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അറിയണത് ആക്ച്വലി അന്നാണ് അറിയണത്. അന്നുമല്ല 3:30 മണിക്ക് അനൗൺസ് ചെയ്യും എന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് ദർശനയുടെ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ഇത് അറിയില്ല. അപ്പം ഞാൻ ആക്ച്വലി ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. ടി വിന്ന് ദർശന രാജേന്ദ്രൻ കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റിട്ടാണ് ഞാൻ പോയി അവിടെ ഇരിക്കണത് പോലും. അപ്പോൾ അത്രയും പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഒരു സ്പെഷ്യൽ ജൂറി മെൻഷനൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് സന്തോഷം. മുഴുവനായിട്ടും അവളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് അഭിമാനം. അത് ഞങ്ങൾക്കും സന്തോഷമാണ്. രാജേട്ടാ, ചേച്ചിയുടെ പഴയ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴേ പഴയൊരു ഉർവശി ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് ചേച്ചിക്ക് അന്നത് സാധിക്കാത്തത് കൊണ്ടാണോ മക്കളെ രണ്ടുപേരെയും ഈ കലാരംഗത്തേക്ക് തന്നെ മോൾഡ് ചെയ്തെടുത്തത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചവരാണ്. ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ, നിരജയ്ക്ക് 21 വയസ്സായിട്ടുള്ളൂ. ആ സമയത്താണ് ഞങ്ങൾ പ്രണയവിവാഹമായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സൗദിയിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ റിയാദ് ബേസ്ഡ് ആയിരുന്നു, ബ്രിട്ടീഷ് കൗൺസിലായിരുന്നു ജോലി എടുത്തിരുന്നത്. അപ്പോൾ ഒരുപാട് വർഷം ഞങ്ങളെല്ലാവരും അതുകൊണ്ട് അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോയത് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മോഹമുള്ളിലുണ്ടെങ്കിൽ കൂടി അത് പെർസീവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് അറിയില്ലായിരുന്നു. അത്തരത്തിലുള്ള അവിടെ പറ്റാത്ത ചേട്ടൻ അറിയാമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു ശ്യാം പ്രസാദിനെ പോയി കാണണം പിന്നെ എപ്പോഴെങ്കിലും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം, അല്ലാതെ അവിടെ ഉള്ള കാലത്ത് ഞങ്ങൾ തിരക്കന്നെയായിരുന്നു. ബാഡ്മിൻ്റൺ, ഡാൻസ്, 24 മണിക്കൂർ തികയാത്തൊരവസ്ഥയായിരുന്നു. ആർട്സുമായിട്ട് ബന്ധം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കൊരു ഡാൻസ് അക്കാഡമി ഉണ്ടായിരുന്നു അവിടെ റിയാദിൽ. അല്ല, എൻ്റെ ക്ലാസ് തന്നെയായിരുന്നു, ഞാനാ പഠിപ്പിച്ചിരുന്നത്. 10 കൊല്ലം ഞാൻ ഡാൻസ് ക്ലാസ് ചെയ്തിരുന്നു. അപ്പോൾ അതവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഒരു 10 വർഷത്തോളം അത് നടത്തിയിരുന്നത്. അതിന് എനിക്ക് ഓഫീസിൽ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ടും ഉണ്ടായിരുന്നു അവിടുത്തെ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നിറയെ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് തുടങ്ങിയാലും പ്രത്യേകിച്ചൊരു പരസ്യമോ ഒന്നുമില്ലാതെ തന്നെ ആൾക്കാർ വരും. ജ്യോതിഷവും അങ്ങനെ തന്നെയായിരുന്നു, ഡാൻസും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നവും നമുക്ക് ആരോടും ഇങ്ങനെ വരൂ എന്നൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഒരേ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ കുറേ കുട്ടികൾ വരുമായിരുന്നു. ഭയങ്കര ഒരു ഉത്സവം തന്നെയായിരുന്നു. അതിൻ്റെ ഓരോ വർഷത്തെയും ഞങ്ങൾ ആനുവൽ ഡേ നടത്തുന്നത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. എല്ലാവരും കൂടി ഒരു തലേ ദിവസത്തേക്ക് റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലും തിരിച്ചു വന്നിട്ട് പോലും ആള് മുഴുവനായിട്ടും ഇപ്പോൾ ഈ ജ്യോതിഷം അത് പഠിക്കാനായിരുന്നു, അത് പ്രാക്ടീസ് ഒരുപാട് പേരെടുത്ത് പഠിക്കാൻ പോയി. അപ്പോൾ അവിടെ തന്നെയായിരുന്നു. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു ഇതിലേക്ക് എത്താൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ പറ്റാത്ത കാര്യത്തിന് വേണ്ടി പിന്നാലെ. പക്ഷേ ചേട്ടൻ എന്നാൽ 1-2 പ്രാവശ്യം പറഞ്ഞിരുന്നു ദർശനയുടെ 786 എന്ന് പറഞ്ഞിട്ടൊരു ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ 786 ആണ്. അപ്പോൾ ആ സമയത്ത് അവളോടും പറഞ്ഞു, ഞങ്ങൾ കുഞ്ഞുന്നാണ് വിളിക്കണേ കേട്ടോ, അവളോട് പറഞ്ഞു ഇതിലേക്ക് അതിൽ ചെയ്തിരുന്നവരെല്ലാവരും പറഞ്ഞു എനിക്കിപ്പോൾ ഫിനാൻഷ്യൽ ഇക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി. അത് ഒറ്റ ദിവസത്തെ ഷൂട്ടായിരുന്നു. അത് ഒരു ഷോർട്ട് ഫിലിമാണ്. മറ്റേ അമൃതയിലൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ വന്നതിലേക്കുള്ള എടുത്തിരുന്നതാണ്. അത് കഴിഞ്ഞ് അവളങ്ങ് പോയി. അപ്പോൾ നിന്നൊന്നുമില്ല. അന്ന് ചേട്ടനുണ്ട്. ഫിനാൻഷ്യൽ എക്കണോമിക്സ് ആണ് പഠിച്ചത്. ആദ്യം ഡൽഹിയിൽ ലേഡി ശ്രീറാം കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് ലണ്ടനിലാണ് പഠിച്ചത്, സിറ്റി യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ സമയത്ത് പിന്നെ അന്നും എല്ലാവരും അവളോട് പറഞ്ഞു. അപ്പോൾ അവളും കേട്ടില്ല. ഞാൻ കുറേ പറയാറുണ്ട്, നമുക്ക് ഇവരുടെ ഒരു കാലിബർ കുട്ടിക്കാലത്തെ കാണുമ്പം മനസ്സിലാവുമല്ലോ. പക്ഷേ അവർക്ക് യാതൊരു താല്പര്യവും ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ കോമ്പറ്റീഷൻസിനും, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലത്തെ മെയിൻ ഡാൻസേഴ്സ് തന്നെ ഒരു 10 പേരുണ്ടായിരുന്നു. അതിൽ ഇവർ 2 പേരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെയൊന്നും ചേട്ടൻ 1-2 പ്രാവശ്യം ദർശനയോട് പറഞ്ഞിരുന്നെങ്കിലും അവളൊട്ടും അതിനെ കണക്കിലെടുത്തേയില്ല. പോലും ഇതേപോലെ തന്നെ ഒരു തികച്ചും ആകസ്മികമായിട്ട്
ഹരി പി നായരാണ് ശരിക്കും പറഞ്ഞാൽ അതിന് അത് സിനിമയല്ല, സീരിയൽ വന്നിട്ട് ഒരിക്കൽ വീട്ടിലിങ്ങനെ ഇരിക്കണം, ചേച്ചി ഒരു സീരിയലിലേക്ക് അഭിനയിക്കാൻ ഓഡിഷൻ അല്ലല്ല, നേരെയല്ല, ഓഡിഷന് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് മഴവിൽ മനോരമയിൽ വന്നൊരു പൊന്നമ്പിളി, അതിലേക്ക് കുറേ പേരുള്ളൊരു ഓഡീഷനായിരുന്നു. പോയി അതിൽ അമ്മയായിട്ട്, നവീൻ്റെ അമ്മയായിട്ട് എനിക്കാ കിട്ടിയത്. അങ്ങനെ അത് ചെയ്തു തുടങ്ങി. അത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ അബ്രപ്റ്റായിട്ട് നിൽക്കുക ചെയ്തത്. പിന്നെ ഞാൻ സീരിയൽ ഇപ്പോൾ കുറേ എണ്ണം വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കും താല്പര്യമില്ല, വീട്ടിൽ സീരിയൽ കാണാറില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ മൂകാംബിക സൂര്യയിലെ അതിൽ വിളിച്ചു. അപ്പോഴും കുട്ടികൾ പറഞ്ഞു വേണ്ട, സീരിയൽ വേണ്ട. ഒന്നാമതെ ഒരുപാടായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പം തന്നെ ഓട്ടം ഞങ്ങളെല്ലാവരും പറയും സ്ലോ ഡൗൺ, അധികം വേണ്ട, കുറച്ച് നല്ല അങ്ങനെ മോഹത്തിനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് അവനവൻ്റെ ആരോഗ്യമൊക്കെ നോക്കിയിട്ടുള്ള പരിപാടികൾ. ഇതെന്തായാലും ഒരു യാത്ര ചെയ്യലൊക്കെ വലിയതല്ലേ, യാത്ര രാത്രി ഷൂട്ടുകൾ. ഗെയിമിൻ്റെ സമയത്താണ് വയ്യാണ്ടായിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് H1N1 വന്നിട്ട് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമയും കൂടെ ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം ചെയ്യാൻ പറ്റിയില്ല, വയ്യാണ്ട വന്നിട്ട്. കമലിൻ്റെ പടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല, വയ്യാണ്ട വന്നിട്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഒരു മാസമായിട്ട് വെറുതെ ഇരിക്കാമെന്ന്. ഇത് കുറേ കാര്യങ്ങളുണ്ടെങ്കിലും എന്തായാലും ട്രാവൽ കുറഞ്ഞു. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നതിൽ തന്നെ ചേട്ടൻ എന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. നീരജ് ചേച്ചിയുടെ സഹോദരൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ടും കൂടെ ഒന്ന് പ്രേക്ഷകരോട് പറയാമോ? ചേട്ടൻ എല്ലാവരും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. ഞങ്ങളുടെയും സി ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ആളൊരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറായിരുന്നു. അതിനേക്കാൾ ഒരു വളരെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അതായത് സിനിമകൾ ഇഷ്ടംപോലെ ഓൾട്ടർനേറ്റീവ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമകൾ എടുക്കുക മാത്രമല്ല ചെയ്യുക, അതെടുത്ത് അതും കൊണ്ട് നടക്കും. ഈ ട്രാവൽ ചെയ്യണ സ്ഥലത്ത് മുഴുവൻ ഇപ്പോൾ ഒരു രണ്ടാളെ ഒരു റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ സ്പെയർ ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ അവിടെ സെറ്റ് ചെയ്ത് അവിടെ ഇത് കാണിക്കുമായിരുന്നു. അത് എന്താ പറയുക, ഡാംസിന് അഗെയിൻസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊക്കക്കോള, പെപ്സി മാതിരിയുള്ള ഭീമന്മാർക്കുള്ള അങ്ങനത്തെ കമ്പനികളുടെ ഇവിടുത്തെ വെള്ളം ചൂഷണം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. മുഴുവനായിട്ടും ഡാംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ. ഇപ്പം എല്ലാം ഓൾട്ടർനേറ്റീവ് സംഭവങ്ങളാണ് ചെയ്തിരുന്നത്. കുറേ അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ പെട്ടെന്നാണ് ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ആൾ. അത് ആ സമയത്ത് വളരെ വളരെ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. കാരണം ഈ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ മുഴുവൻ എഫക്ട്സ് കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്ന സമയം, റിസൾട്ടുകൾ കാണാൻ തുടങ്ങിയ സമയത്താണ് ആൾ പെട്ടെന്ന് മരിക്കണേ. ആൾ ഈ ഇതിനേക്കാളൊക്കെ ഉപരി ഒരു പ്രാവശ്യം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആളെ ഇഷ്ടപ്പെടും. ഇതിലും വലിയൊരു മനുഷ്യസ്നേഹിയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അത്ര അധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് വേറൊരു ഇതെന്താ വെച്ചാൽ ബ്രദറിലോ എന്നുള്ളത് കൂടാതെ ഞങ്ങൾ ഒരുമിച്ച് ജോലി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കണം കണ്ടിട്ട് അമ്മ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ബ്രിട്ടീഷ് കൗൺസിലാണ് ജോലി എടുത്തിരുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാലം നിന്നു, ജോലി എടുത്തു. ആൾക്ക് വേണ്ട ന്യൂമാറ്റിക് ക്യാമറകൾ മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി അതിൻ്റെ കാശുകൾ ആൾ റിസൈൻ ചെയ്ത് പോന്നു അവിടുന്ന്. അത്രേ വേണ്ടു. അതിനു വേണ്ടി മാത്രമാണ് വന്നേ. ആര് കൗൺസിലിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാൻ വെച്ചാലും ഇന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് എല്ലാ ക്ലാസിക് സിനിമകളുടെയും കോപ്പി ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരു സ്റ്റുഡിയോ വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് എഡിറ്റിംഗ് സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ. ചേച്ചി എപ്പോഴും പറയാറില്ലേ ദർശനയ്ക്കും ഭാവനയ്ക്കും മാമന്റെ സ്വഭാവമാണ് എന്നുള്ളത്? ശരിക്കും ആ ജീനാ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഒന്നും പോസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അതിനും മേലേക്ക് നോക്കുകയാണെങ്കിൽ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ സിനിമാ പാരമ്പര്യം എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർട്ടുമായിട്ട് ബന്ധമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നീരജയുടെ അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ MP മന്മഥൻ ആണ് ആദ്യത്തെ ഞങ്ങളുടെ സിനിമ. അതെ, യാചകൻ എന്ന സിനിമയിലെ മിസ് കുമാരിയുടെ നായകനായിരുന്നു. കുറേ വർഷങ്ങളുടെ മുമ്പത്തെ കാര്യമാണ് പറയണത്. അതായത് 47-49 അങ്ങനെ എന്തോ ആണ് ആ കാലത്ത്. അപ്പോൾ പിന്നെ ആ സിനിമ ലോകത്തിന്റെ ആദർശങ്ങളുമായിട്ട് ആൾക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സിനിമ കഴിഞ്ഞപ്പോൾ നിർത്തി. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ആയിരുന്നു അതിന്റെ പിന്നാലെ വന്നത്. അച്ഛൻ കാരണമായിരിക്കും സിനിമ ഇത്രയും ഇഷ്ടമാവാൻ കാരണം. കുട്ടിക്കാലം തൊട്ടേ അതെ കേട്ടോ. ടീച്ചേഴ്സിനോട് ചോദിക്കും, അച്ഛൻ പ്രൊഫസറായിരുന്നല്ലോ, അപ്പോൾ ടീച്ചേഴ്സിനോട് ചോദിക്കും സിനിമ കാണാമോ, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന സിനിമ എന്ന് പറഞ്ഞാൽ
സിനിമയ്ക്ക് പോയിരിക്കും. അങ്ങനെയാ. ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ കേട്ടോ. അദ്ദേഹം ഒരുപാട് കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ ഫൗണ്ടർ ചെയർമാനായിരുന്നു. അത് 99 വയസ്സിൽ മരിക്കണവരെ അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ ചെയർമാൻ. ആ കോവിഡ് സമയത്ത് കോവിഡ് വന്ന അദ്ദേഹം മരിക്കണം. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് എഡ്യൂക്കേഷനിലുള്ള പത്മശ്രീ അവാർഡും കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഹിന്ദി ബാക്ക്ഗ്രൗണ്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ മകളും ആ ലൈനിൽ പോയാൽ കൊള്ളാമെന്നുള്ള നല്ല മോഹം ഉണ്ടായിരുന്നു. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും അതെല്ലാം തെറ്റിച്ച് ആളെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോയത് ശരിക്കും ഞാനായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹിന്ദി ലൈനിൽ തന്നെ പോയി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഹിന്ദിക്ക് നല്ല മാർക്കും കിട്ടാറുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു തരുന്ന അനോട്ടേഷൻസ് ഒക്കെ തന്നെയായിരുന്നു എഴുതുന്നതുകൊണ്ട് നല്ല മാർക്കും കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ടീച്ചറാവണമെന്ന്. ടീച്ചറായി, പക്ഷെ ഡാൻസിൻ്റെ ആയി പോയിന്നേ ഉള്ളൂ. രാജേട്ട അതേപോലെ എപ്പോഴും ചോദിക്കണം വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചിയാണെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്, എപ്പോഴും പോസിറ്റിവിറ്റി വാരി വിതറുന്ന ഒരാളാണ്. ശരിക്കും ആള് വീട്ടിലും ഇങ്ങനെയാണോ? ഭയങ്കര എപ്പോഴും ഹാപ്പി കൂളായിട്ടുള്ള ഒരു പേഴ്സൺ ആണോ? വീട്ടിലും എന്താ വെച്ചാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും എങ്ങനെയാ പറയാന്ന് പറഞ്ഞൂടാ, പക്ഷെ രണ്ടുപേരുടേതായ ഒരു വളരെ ഇൻഡിപെൻഡൻസ് ഞങ്ങളൊരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഞാൻ കുറച്ച് എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒരു ലേസി മോഡിലേക്ക് പോയിട്ടുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ട്രാവൽ, ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ, ഒരുപാട് വളരെ സ്റ്റാഫ് മാനേജ്മെൻറ്റ്. ജോലി തുടങ്ങിയ ആളാണ്. 16 വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങി ഞാൻ ബോംബെയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 വയസ്സിൽ 5 കൊല്ലത്തോളം ബോംബെയിൽ ജോലി എടുത്തു. 21 വയസ്സായപ്പോഴേക്കും സൗദിയിലേക്ക് പോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടീഷ് കൗൺസിലിൽ കയറി 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി എക്സാം എഴുതാൻ വന്നിട്ട് കല്യാണം കഴിഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ സാഹിബ് ചെന്നിട്ട് അതെയോ, അത് ശരി, പ്രണയം. അപ്പോൾ അങ്ങനെ ഒരു ചുരുക്കം പറഞ്ഞാലേ, അപ്പം ശരിക്കും ആ ഒരു ഒറ്റ സ്ട്രെച്ച് ഒരു 34 വർഷത്തോളം ജോലി എടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്നോട് ചോദിച്ചിരുന്നത് തന്നെ, എനിക്ക് വളണ്ടറി റിട്ടയർമെൻറ്റ് തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതായി കഴിഞ്ഞപ്പോൾ സായിപ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ നോവേ, അവരവിടെ ഒരു റീസ്ട്രക്ചറിങ് നടന്നിട്ട് കുറച്ചും കൂടിയും ചുമതലകൾ, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ. അപ്പോൾ കുറച്ചും കൂടിയും ചുമതലകൾ ഒന്നിലോ കിട്ടാൻ ഒരു റീസ്ട്രക്ചറിങ് ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ പോസ്റ്റൊക്കെ ചിലപ്പോൾ മാറി വേറൊരു രൂപത്തിലൊക്കെ ആവും. അപ്പോൾ എനിക്ക് അതിനോടൊന്നും കൂടുതലായിട്ട് താല്പര്യങ്ങൾ തോന്നിയില്ല. എനിക്ക് തോന്നി ഇനഫ്, കുറച്ച് കാലം നാട്ടിലൊക്കെ ചെന്നിട്ട് അപ്പം എന്താ അതായത് വെളിച്ചായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓഫീസിലേക്ക് ഓടുന്നതിന് പകരം അന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അന്ന് മനസ്സ് തോന്നണ മാതിരി, അമ്പലത്തിൽ പോവുക, എവിടെയെങ്കിലും പെരുന്നാളുണ്ടോ അതിന് പോകണമെങ്കിൽ അതിന് പോവുക, സിനിമകൾ കാണുക, കുട്ടികളുടെ നാടകങ്ങളോ കുട്ടികളുടെ എന്തെങ്കിലും ഫങ്ഷനുകളോ നടക്കണമെങ്കിൽ അവിടെ എത്തുക. ഈ കുട്ടിക്കാലത്ത് മിസ്സായിട്ടുള്ള വീടുകളിൽ അതേമാതിരി ആരുടെ അടുത്തും അങ്ങനെ കൂടുതലായിട്ട് ബന്ധങ്ങൾ ഞങ്ങൾ ഈ ലീവിന് വരുമ്പോൾ ഒരു മാസം 1.5 മാസം ഉണ്ടാവും. അതിനിടെ ഒരു ഓട്ടപ്രദർശനം നടത്തി എല്ലാവരും കാണുന്നല്ലാണ്ട് കൂടുതലായിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എത്താൻ പറ്റാറില്ല. അപ്പം അങ്ങനെയൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് കുറേ കാലം ഒരു 5 വർഷത്തോളം വളരെ ചെറുതായിരിക്കുമ്പോൾ ഗുരുവായൂരാണ് ഉണ്ടായിരിക്കണം. അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കളിച്ച് വളർന്നേക്കണതൊക്കെ. അപ്പോൾ തിരിച്ച് അതിലേക്കൊക്കെ വരണം, അവിടെയൊക്കെ ഉണ്ടാവണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. പൂരം, തൃശ്ശൂർ കാണാനൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു മോഹം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ 50 വയസ്സായപ്പോൾ തിരിച്ചു വരുന്നത്. ഇതിലേക്ക് വന്നു പെട്ടത് ഒട്ടും വിചാരിക്കാതെ അപ്പോൾ ഞാൻ ആ ഇൻട്രസ്റ്റ് ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ ലിമിറ്റഡാണ്. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ എനിക്കൊരു ചെറിയൊരു പരസ്യമൊക്കെ ആരെങ്കിലും പരിചയക്കാർ സ്നേഹത്തിൽ വിളിച്ച് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെയ്യും. അതിനപ്പുറത്തേക്ക് അതിനോട് എനിക്കൊരു പാഷനോ അല്ലാണ്ട് എനിക്കിതാണ് എൻ്റെ വഴി എന്നൊരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ വളരെ ടേക്ക് തിങ്സ് വെരി ഈസി, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് 2 പേർക്കും വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് തിങ്ക് ചെയ്യണവരാണ് നമ്മൾ. അത് എവിടെയൊക്കെയോ ചെന്നിട്ട് നമ്മളൊരു ബാലൻസിങ് ആക്ട് ആണല്ലോ. 4 പേരും അതെ, 4 പേരും വളരെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. സ്വഭാവങ്ങളൊക്കെ വളരെ വേറെയാണ്. പക്ഷേ എല്ലാം വരുമ്പോൾ എല്ലാവരുടെ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അതാണ് 4 പേരും. ഇപ്പോൾ ഒരാളുടെ മോളുടെ ദർശനയുടെ ഒരു നാടകം ഇവിടെ നടക്കേണ്ടതെന്ന് വെച്ചാൽ ചേച്ചി ഇവിടെ എത്തിയിരിക്കും, ഞങ്ങൾ 2 പേരും എവിടെ ഉണ്ടെങ്കിലും അവിടെ എത്തിയിരിക്കും. അതേമാതിരി തിരിച്ചും ഞങ്ങൾ ബാംഗ്ലൂരോ എവിടെയാച്ചാൽ ചേച്ചിയുടെ മോളുടെ മൂത്താളുടെ നാടകം നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേര് എവിടെന്നെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടും. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണൊരു എന്താ പറയുക, ഒരു ഫാമിലി, വിശ്വസിക്കുന്ന ദൈവം എന്നുള്ള വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ്, അങ്ങനെ ഒരു
അങ്ങനെ ഒരു ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരെ വളരെ വളരെ കണ്ടൻറ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതാണ് അതിലത്തെ ഏറ്റവും. അപ്പോൾ ഇന്നത് നടക്കണം അല്ലെങ്കിൽ ഇന്നത് നടന്നില്ല അങ്ങനെയൊന്നുമില്ല. ഇന്നത് ചെയ്യണം. അപ്പോൾ ആ സമയം അന്നത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം രണ്ടുപേർക്കും അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുക അതൊന്നുമില്ല. നമ്മൾ ഉള്ള പോലെ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. കുട്ടികളാണെങ്കിൽ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, പുറത്തു പോയി പഠിച്ച, സ്വന്തമായ നിലപാടും അഭിപ്രായങ്ങളുള്ള രണ്ടുപേരാണ്. ശരിക്കും അമ്മ എന്ന രീതിയിൽ ചേച്ചി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഇന്നത്തെ ഒരു സ്പേസിലേക്ക് അവരെത്താൻ വേണ്ടിയിട്ട്? വളരെ കുട്ടിക്കാലം തൊട്ടേ നമ്മളങ്ങനെ ഒന്നിനും നിർബന്ധിക്കാറില്ല. ഭാവനെ മാത്രം ഞാൻ ആദ്യം മലയാളം പഠിപ്പിക്കാൻ കുറച്ച് ശ്രമിച്ചു. ഞാനും അവളും കൂടെ തീരെ ശരിയാവില്ല പഠിപ്പിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് വെറുതെ അതൊരു ബഹളത്തിലാവും. അതുകൊണ്ട് ഞാൻ അപ്പം നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 2ലോ 3ലോ കഴിഞ്ഞപ്പോൾ ആ പരിപാടി നിർത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം എന്നുള്ളൊരു റിസ്ക് എടുത്ത് ഒരു ജീവിതം തുടങ്ങാനുള്ള ഒരു ഇതെന്തായിരുന്നു, പ്രേരണ എന്തായിരുന്നു ശരിക്കും? അത് രണ്ടുപേർക്കും അങ്ങനെ തോന്നി. മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത്. ആദ്യത്തെ കത്തിന്റെ മറുപടിയിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയു സീരിയസ് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ കത്തൊന്നും എഴുതിയില്ല. ഇതായിട്ട് ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റാണ്. എൻ്റെ വല്യമ്മയുടെ മോള് ചേച്ചി താമസിച്ചിരുന്നത് നിരിച്ചയുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ്. നേരെ ശരിക്കും ഞാൻ ബോംബെയിലായിരുന്നു. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തുടങ്ങുന്നത് ബോംബെയിലെ ട്രെയിനിലിരുന്നിട്ട് പഠിച്ചിട്ടും അങ്ങനെ ഈ അന്നത്തെ കറസ്പോണ്ടൻറ്റ് കോഴ്സുകൾ ചെയ്തിട്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടാണ് എക്സാംസ് എഴുതാറ്. എനിക്ക് അങ്ങനെ പഠിക്കണ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതാൻ വരും. അപ്പോൾ നേരെ ചേച്ചിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് നിരജയും. അപ്പോൾ വരുന്നതിന് മുമ്പേ പറയും ഇങ്ങനെ രാജു വരുന്നുണ്ട്, ബുക്കുകളെല്ലാം തരണേ എന്ന് പറയും. എൻ്റെ കയ്യിൽ ബുക്കോ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ബുക്സ്. അപ്പം ഇത് അപ്പോഴും ഇത് നടക്കുന്ന സമയത്ത് ഞാൻ 18 വയസ്സിലാണ് ഞാൻ ബോംബെയിൽ ചെന്ന് 16 ജോലിയൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് ഇതായി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും അപ്പൊ അങ്ങനെ ഒരു സമയമുണ്ട്. അങ്ങനെ 5 കൊല്ലം പിന്നെ കത്തിൽ കൂടി മാത്രം നമ്മൾ, അതായത് ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് കാണാൻ കണ്ടിട്ടൊന്നുമില്ല. ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ള അതിനപ്പുറത്തേക്ക് യാതൊരു ഇതുമില്ല. അല്ല, ഒറ്റ പ്രാവശ്യമല്ല, ടെറസിൽ വരുന്ന ആ ഒരു മാസം ഉണ്ടാവാറുണ്ട്. ഞാനൊരു മാസത്തോളമൊക്കെ വന്നിട്ട് അവിടെ താമസിക്കാറുണ്ട് ഈ ചേച്ചിയുടെ അടുത്ത് വന്ന്. അത്രേ ഉള്ളൂ. ഞാനും ടെറസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ പഠിക്കൽ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വർത്തമാനം പറയുമോ കണ്ടിട്ടൊന്നുമില്ല അതിനു മുമ്പ്. അപ്പോൾ ആ കാർഡ് അതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ ഈ സ്ഥിരം കാണുന്നത് കൊണ്ട് ആയു സീരിയസ് എന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അതിന് മറുപടി വന്ന കത്തിൽ പിന്നെ ഇതുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിയാണ് എന്നുള്ളത്. അപ്പം ഞാൻ വെച്ചാൽ 17 വയസ്സുള്ളൊരു പയ്യൻ അങ്ങനൊരു ഇത് പറയണമെങ്കിൽ ഒരു ഇപ്പോഴത്തെ കാണുന്ന ഒരു പിള്ളേരുടെ പോലെ അല്ലല്ലോ എന്നുള്ളത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് മരിക്കണം. അച്ഛനൊരു ബാങ്കറായിരുന്നു. അച്ഛൻ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ പിന്നെ അച്ഛനൊരു സ്കോളറുമായിരുന്നു. ആൾ സംസ്കൃതം സ്കോളറൊക്കെ ആയിരുന്നു. അതേമാതിരി നല്ലോണം ഇംഗ്ലീഷ് എഴുതുമായിരുന്നു. ആ സമയത്ത് നല്ലോണം ഇംഗ്ലീഷ് പറയുമായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര നമ്മളെയൊക്കെ പിടിച്ചിരുത്തി നമ്മളെ പല പുസ്തകങ്ങളും ആ സമയത്തൊക്കെ വായിപ്പിക്കാറുണ്ട്. ഉറക്കനെ വായിക്കാൻ പറയും അച്ഛനവിടെ ഇരിക്കുന്ന സമയത്ത്. എന്നിട്ട് പറഞ്ഞു തരുമൊക്കെ ചെയ്യണം. പക്ഷേ അച്ഛൻ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണ്. അപ്പോൾ ഞാൻ 3ാമത്തെ ആളാണ്. ചേട്ടൻ മാത്രം അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബോംബെക്ക് പോയിട്ടുണ്ട്. ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ ജോലി. ചുരുക്കം പറഞ്ഞാൽ വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ കോളേജിലൊന്നും ചേരാതെ പെട്ടെന്ന് ഇവിടുന്ന് നാട് വിടുകയാണ്. അങ്ങനെ നമ്മുടെ ബന്ധുക്കൾ എന്നെ കൊണ്ടുപോയി ബോംബെയിൽ. അങ്ങനെ ചെറിയ ജോലികളിൽ നിന്ന് കയറി. അപ്പോൾ പറഞ്ഞു ഇതുകൊണ്ട് നമുക്ക് കുടുംബം പോറ്റാൻ പറ്റില്ല, എങ്ങനെയും പുറത്ത് പോകണം. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു 21 വയസ്സായാലേ സൗദിക്ക് അന്ന് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. ജോലി ഇതാവണമെങ്കിൽ ആയി ഉടനെ തന്നെ ഞാൻ സൗദിക്ക് വിട്ടു. അങ്ങനെ സൗദിയിൽ പോയിട്ട് റിയാദ് ബേസ്ഡ് ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ തിരിച്ച് വീണ്ടും ഇതേപോലെ പഠിപ്പ് തുടർന്ന് കുറേശ്ശെ കഴിയുന്ന അത്ര. പക്ഷേ എല്ലായിടത്തും മുടക്കങ്ങളുണ്ടായി.
എക്സാം എഴുതാൻ ഡിഗ്രി എക്സാം എഴുതാൻ വന്നിട്ട് ഡിഗ്രി എക്സാം എഴുതിയില്ല, നേരെ കല്യാണം കഴിച്ചു. അങ്ങനെ ചേച്ചി പറഞ്ഞു യു സീരിയസ് എന്ന് ചോദിച്ചുകൊണ്ട് ആ മറുപടി കണ്ടിട്ടാണ് ഭയങ്കര ഇംപ്രസ് ആയെന്ന്. ചേട്ടൻ എന്തായിരുന്നു ആക്ച്വലി? എനിക്കെന്താ വെച്ചാലേ ഇത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ 18 വയസ്സിലിപ്പോൾ ഒരു കല്യാണമെന്നോ അല്ലെങ്കിൽ കുടുംബമെന്നോ അങ്ങനെയൊന്നും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വേൾഡ് എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്ത അമ്മയും മറ്റ് 5 പേരും, അപ്പോൾ അങ്ങനെ രണ്ട് അനിയത്തിമാരും 2 ചേട്ടന്മാരും ഒരു അനിയനുമായിട്ടുള്ള അങ്ങനെയുള്ളൊരു കുടുംബത്തിനെ പറ്റിയല്ലാതെ എനിക്ക് വേറെ കൂടുതലൊന്നുമില്ല. പക്ഷെ അപ്പോഴത്തെ ആ ഏജിൻ്റെ ഒരു ഇതായിരിക്കാം, പെട്ടെന്നൊരു എന്തൊക്കെയോ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടായിരിക്കാം തിരിച്ചു പോയി. ഞങ്ങൾ കത്തെഴുതാറുണ്ട്. ഞങ്ങൾ പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു 5 വർഷത്തോളം ശരിക്കും പറഞ്ഞാൽ റെഗുലറായിട്ട് ഒരു കത്തുകൾ എഴുതാറുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ, കയ്യിലുണ്ട്. വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ഫിലിം ഇതാവണമെങ്കിൽ തരണമെങ്കിൽ ഞാൻ ഈ കത്തുകൾ തരാം. ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എന്തെങ്കിലും 700 കത്തുകളുണ്ട്, അതവിടെ ഇരിപ്പുണ്ട് കയ്യില്. എനിക്ക് തിരിച്ച് കത്ത് എഴുതാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എഴുതാൻ പറ്റില്ല. ചേട്ടൻ എഴുതിയത് എൻ്റെ ഇല്ല, കാരണം ഇത് വെക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലെങ്ങനെ വെക്കും? അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ, ഒക്കെ അപ്പപ്പോ കളയുമല്ലോ. അയ്യോ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നത് തന്നെ ഏതോ എല്ലാവരും കൂടി ഉള്ളത്, ഒറ്റയ്ക്കുള്ളത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും കൂടി ഉള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ ചേട്ടനത് കണ്ടുപിടിച്ചു. ചേട്ടൻ കണ്ടുപിടിക്കുക മാത്രമല്ല, അതെ അതെ അതെ, അതിനുള്ള പ്രായമല്ലേ ആയിട്ടുള്ളൂ. ചേട്ടൻ ഈ ഇത് വെച്ചുകൊണ്ട് ഇതെന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ എനിക്ക് കത്തെഴുതിയപ്പോൾ ഞാൻ ശരത്ചന്ദ്രൻ അല്ല, ചേട്ടനായിട്ട് തന്നെ ഞാൻ നിരജയുടെ ചേട്ടനാണ്. ഇവിടെ വീട്ടിൽ ഞാൻ കാരണം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതാണ്. അത് ഒരു അമ്മയുടെ കണ്ണുനീർ അമ്മ ഇതാക്കരുത് പറഞ്ഞിട്ട് അമ്മയോടുള്ള സ്നേഹം അത്രയ്ക്കാണ് ചേട്ടന്, ഭയങ്കര അടുപ്പം അമ്മയായിട്ട്. അപ്പം അങ്ങനെ ഒരു കത്ത് വന്നു, ഞാൻ അതിന് മറുപടി എഴുതി. ഈ കത്ത് ഇതിലേറ്റവും ഞങ്ങൾക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ബോംബെയിൽ വന്നു, എന്നെ പറ്റി എല്ലായിടത്തും അന്വേഷിച്ചു. അത് ഈ കത്തുകളൊക്കെ എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കത്തെഴുതി, അങ്ങനെ അത് ഇതായി. കത്തെഴുതിയതിന് ഞാൻ മറുപടിയും അയച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് മറുപടി ഞാൻ എന്തായാലും സീരിയസ് ആയിട്ടാണ്. എൻ്റെ വീട്ടിൽ ആക്ച്വലി ഞാനത് പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത്. എല്ലാവരും നമ്മൾ വളരെ എന്താ പറയുക, ഒരു ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് വളരെ ഒരു ഗ്രാമത്തിലെ ഒരു വാരിയർ കുടുംബം എങ്ങനെ ഉണ്ടായിരിക്കും, ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കുടുംബമാണ്. പക്ഷേ എനിക്കിങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നിരുജീവമായിട്ട് അവർ കോൺടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്തെ തന്നെ അപ്പം അവരെല്ലാവരും സപ്പോർട്ടാണ്, പെങ്ങന്മാരുമായിട്ടൊക്കെ കോൺടാക്ട്. എനിക്കറിയില്ല അച്ഛൻ ഇത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇത് എങ്ങനെ പറയണമെന്നോ ഒന്നും ഒരു പിടിയില്ലായിരുന്നു. അത് കണ്ണടച്ചങ്ങോട്ട് തുടങ്ങി എന്നല്ലാണ്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങള് ചേട്ടൻ എന്ത് ചെയ്തു, കല്യാണമായിട്ട് തന്നെ നടത്തിയ ഈ കത്തുകളെല്ലാം കൂടിയിട്ട് ചേട്ടൻ ഞങ്ങളുടെ കല്യാണ ദിവസം വന്നിട്ട് തന്നെ ശരിക്കായിട്ട് അപ്പോഴൊന്നും അച്ഛൻ അതൊക്കെ സമ്മതിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അന്നും ഞാൻ രാജനെ കണ്ടിട്ടില്ല കേട്ടോ. കല്യാണം എൻഗേജ്മെന്റിനും വന്നിട്ടില്ല, കല്യാണത്തിന് ആദ്യമായിട്ട് കാണണേ. വീട്ടിൽ നിന്ന് ആൾക്കാർ ചെന്നിട്ടാണ് ഇവരുടെ വീട്ടിൽ വെച്ചെൻ്റെ എൻഗേജ്മെന്റ് ഒക്കെ ചെയ്തത്. അപ്പോഴും ഞാൻ സൗദിയിലാണ്. അപ്പോൾ അതിന് പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നിരയ്ക്ക് ജാതകം അത് ഞാൻ അച്ഛനാണെങ്കിൽ ജാതകം ചേർന്നാൽ മാത്രമേ കല്യാണം നടത്തുകയുള്ളൂ. അമ്മയുടെ അനിയത്തിയാണ് ഇതെല്ലാം ശരിയാക്കി തരുന്നത്. ഞാൻ എന്നിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ജ്യോത്സ്യനെ തപ്പി എൻ്റെ കയ്യിൽ ഒരു വിധത്തിൽ കണ്ടുപിടിച്ചെടുത്തിട്ട് ഇത് കൊണ്ടു കൊടുത്തിട്ട് ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഒരു ജ്യോത്സ്യൻ കക്ഷി പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല, എന്നാലും ഏകദേശം ഉണ്ടാക്കി തന്നു കഴിഞ്ഞ് രായൻ്റെ ശരിക്കും ഒഫീഷ്യൽ ഡേറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ഛന് ചിറ്റ കൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞ് അച്ഛന് ബാക്കി ആരും പറഞ്ഞ വിശ്വാസമല്ല. അച്ഛൻ സ്ഥിരമായി നോക്കുന്ന സ്ഥലത്ത് തന്നെ പോയി നോക്കണം. അച്ഛൻ ഇതും കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു ഇത് ശരിക്കുള്ളതല്ല. ഒന്നാമത് ഈ ഡേറ്റ് പ്രകാരം ഈ പുരുഷൻ്റെ നാളും അല്ല. മൊത്തം കൊളായില്ലേ.
എന്തായാലും അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി, അച്ഛനും അമ്മയും. അതിന് മുമ്പേ ഞാൻ അച്ഛന് കത്തെഴുതി. അതിലാണ് അച്ഛൻ വീണത്. ഇംഗ്ലീഷിൽ സ്ട്രേറ്റ് ആയിട്ട് അച്ഛന് കത്തെഴുതി, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതേമാതിരിയൊക്കെ ജോലി, ഇതേമാതിരിയൊക്കെയാണ്, ഈ പ്രാരാബ്ദങ്ങളൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അത് എനിക്ക് തോന്നുന്നു അതിലാണ് വീണത്, ആ കത്തിലാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇതിലത്തെ ഏറ്റവും ഞങ്ങൾക്ക് എല്ലാ കാലത്തും മറക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ചേട്ടൻ ഈ കല്യാണ ദിവസം ചേട്ടൻ എനിക്ക് അയച്ച കത്തും ചേട്ടന് ഞാൻ അയച്ച കത്തും ഒക്കെ പൊതിഞ്ഞ് നല്ലൊരു ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് അത് നിധിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അന്ന് ശരിക്കും വീഡിയോസ് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിനാണ് ആദ്യമായിട്ട് വീഡിയോ ക്യാമറയും സാധനങ്ങളും ഒക്കെ വരുന്നത്. വലിയൊരു സംഭവമായിരുന്നത്. ചേട്ടൻ തന്നെ എടുത്തിരുന്നത്, അല്ലാതെ മറ്റേ ലൈറ്റും വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെ ചേട്ടൻ്റെ ഇതിൽ എടുത്തിരുന്നത്. അത്രയും തീവ്രമായുള്ള പ്രണയത്തിലൂടെയൊക്കെ കടന്നുപോയ രണ്ടുപേരാണ് നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ പ്രണയവും ബന്ധങ്ങളും അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം അതിന് പ്രണയം എന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പം നമ്മൾ മറ്റേ ഞങ്ങളൊരു കത്ത് അയച്ചു കഴിഞ്ഞാൽ വായിച്ച ഒരു മാസം എടുക്കും അവിടുന്ന് ഒരു കത്ത് ഇവിടെ കിട്ടാൻ. അപ്പൊ ഈ കത്ത് ഇവിടുന്ന് റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോഴേക്കും നമ്മൾ എന്താണ് ഈ കത്തിൽ വായിച്ചാൽ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായി വരും. നമ്പറൊക്കെ ഇട്ടുകൊണ്ട് അയക്കണ അപ്പം എല്ലാ പ്രവാസികൾക്കും ഇത് വളരെയധികം പണ്ടുകാലത്ത് റിലേറ്റബിൾ ആണ്. ഇപ്പൊ അതല്ലല്ലോ നമ്മ ഇപ്പൊ വിചാരിക്കണം, ഇപ്പൊ മറുപടിയല്ലേ. എനിക്കറിയില്ല അതിനെ എത്രത്തോളം അതൊരു പെട്ടെന്ന് തന്നെ മാറി മാറി ചിന്തിക്കാൻ പറ്റുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ഒരു ഇതിൽ ഭയങ്കര ഹൈ എന്ന് തോന്നുമായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ലോണം ഫിനാൻഷ്യൽ ഫ്രീഡം പണ്ടത്തെ അപേക്ഷിച്ചിട്ട് വളരെ കൂടി. എല്ലാവർക്കും ജോലിയും അങ്ങനെയൊക്കെ. പിന്നെ എല്ലാവരും അവനവൻ്റെ രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. തീരുമാനങ്ങൾ എടുക്കുന്നതും കുറേയൊക്കെ അവർ തന്നെയായിരിക്കും. ആ തീരുമാനങ്ങൾ എടുത്തത് തെറ്റാന്ന് പറയുമ്പോൾ അവർക്ക് മാറണമെന്ന് തോന്നിയാൽ ബൈ ഓൾ മീൻസ് ദേ ഷുഡ് ഡു ഇറ്റ് എന്നുള്ളത് അങ്ങനെയാണ്. കാരണം അങ്ങനത്തെ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ഒരു കാലത്തും അത് ശരിയാവില്ല എന്ന് പണ്ട് കുറേ കൂടിയും എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും എത്ര പറഞ്ഞാലും വഴക്കും പോക്കാണെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ പറഞ്ഞ പോലെ പണ്ട് വളരെ എളുപ്പമായിരുന്നു. വയസ്സായവരൊക്കെ ഇഷ്ടം പോലെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉള്ള സമയത്ത് വളരെ എളുപ്പമാണ്. അവരായിരിക്കും ഇതിൻ്റെയൊക്കെ എല്ലാം കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഒരു കണക്റ്റിംഗ് ഫാക്ടർ. അവരൊക്കെ ഇല്ലാത്തപ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അല്ലാണ്ടായിരുന്നു മുഴുവനായിട്ടും. ഈ പ്രായത്തിൽ പോലും പുറത്താണ്ടായിരുന്നത്. ഈ 23 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് അവിടെയുള്ള സമയത്ത് നമുക്ക് നമ്മൾ തന്നെയുള്ളൂ. നമ്മൾ ഓക്കെ നമ്മൾ തന്നെ ചെയ്യണം. സഹായിക്കാൻ എന്ന് പറയാൻ പോലും ആരും ഇല്ലല്ലോ. കുട്ടി എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. വീട്ടിലെ പണിയാണെങ്കിലും അതാ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്, ബാഡ്മിൻ്റൺ, അതിൻ്റെ കൂടെ പിള്ളേരെ എല്ലാം നമ്മൾ തന്നെ നോക്കണമായിരുന്നു. ആസിഫ് അലിയുടെ ഏറ്റവും കൂടുതൽ അമ്മവേഷം ചെയ്തു എന്ന റെക്കോർഡും ചേച്ചിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ. അപ്പോൾ അത് കാരണം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും അതെ ഭയങ്കര സുഖമാണ്. അതിൽ ആഭ്യന്തര കുറ്റവാളിയിലാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. ആദ്യം തൊട്ട് നമ്മളുണ്ടല്ലോ ഒപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ക്രിയേറ്റീവായുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഞങ്ങളെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഡിസ്കഷൻ അതിന് മുമ്പൊന്നും ഇല്ല കേട്ടോ. മുമ്പൊന്നും ഇപ്പോൾ ചെയ്യണ സമയത്തൊന്നുമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ദർശനം ഇവരൊക്കെ ശരിക്ക് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്താണെന്നൊക്കെ പറയും. ഇന്നമാതിരി ബുദ്ധിമുട്ട് തോന്നി മറ്റു തോന്നും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അതിനുള്ള പറ്റിയ അഡ്വൈസുകളും അല്ലെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ ഇതാവട്ടെ എന്നൊക്കെ പറഞ്ഞു തരാറ് കുട്ടികളാണ്. അവർ കുറേ നാടകങ്ങളും ഇതൊക്കെ ചെയ്യണതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടിയും അത് പ്രത്യേകിച്ചും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഡയലോഗ്സൊക്കെ ഓർമ്മിച്ച് ഇങ്ങനെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കൂടുതലായിട്ട് വന്നിട്ടില്ല. എന്നുവെച്ചാൽ പിന്നെ അങ്ങനെ കുറേ അങ്ങനത്തെ ചെയ്തതുകൊണ്ട് അപ്പോൾ എല്ലാം ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ അതൊരു മുഴുവനായിട്ട് അതിൻ്റെ പിന്നാലെ പോകണില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്താൽ ഐ എം ഹാപ്പി, ഓക്കെ, അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളതല്ലാണ്ട് ഞാനങ്ങനെ കുറേ ഒരു 10-20 പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു 5-6 ഷോർട്ട് ഡോക്യുമെൻ്ററീസ് മാതിരിയുള്ള കാര്യങ്ങളിലോ, അല്ലെങ്കിൽ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ വർക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാമ്പയിൻ മാതിരിയുള്ളതൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
ഡയറക്ടറുടെ ഇപ്പോഴത്തെ മെയിൻ പണി എന്താ വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഒരു മോർണിംഗ് കോട്ട്. അത് ഭയങ്കര ആൾക്കാരാണ് ഇപ്പൊ ചോദിച്ചോണ്ടേ ഇരിക്കണത്. അത് വെറുതെ തികച്ചും ഒരു എന്താ പറയുക, ഒരു ഹാബിറ്റായി മാറിയതാണ്. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ വല്ലതും എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കണ്ടാൽ ഞാനിങ്ങനെ കുറിച്ചിടുമായിരുന്നു. പിന്നെ ഒരിക്കൽ മകളോട്, മൂത്ത ആളിങ്ങനെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഭാവനോട് പറഞ്ഞു, ഇങ്ങനെ അത് കുറേശ്ശെ ഞാൻ എന്തെങ്കിലും ഞാൻ തന്നെ എടുത്ത് എന്തെങ്കിലും ഫോട്ടോൻ്റെ മുകളിൽ അത് എഴുതിയിട്ടൊക്കെ ചിലപ്പോൾ വെറുതെ സ്റ്റോറി ആയിട്ടൊക്കെ ചിലപ്പോൾ ഇടും. അത് മറ്റുള്ളവരെ ഇതാവാനോ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചിരുന്നത്. അത് എനിക്ക് എൻ്റെ റിമൈൻഡേഴ്സ്, എനിക്കത് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴെങ്കിലും അത് തിരിഞ്ഞു നോക്കുമോ അതിലേക്ക് എന്നുള്ള മാതിരി അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇതാലോചിച്ചു. പിന്നെ ഒരിക്കൽ അങ്ങനെ വരുമ്പോൾ പറഞ്ഞു, ഇതെന്താ ചെയ്യുക ഇങ്ങനെ, എനിക്ക് പലതും ഇങ്ങനെ ഇഷ്ടമാവുണ്ട്, ഇത് എവിടെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഭാവന ഒരിക്കൽ ലീവിന് വന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ ദാറ്റ് വാസ് ഗുഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അതെ എനിക്കത് എപ്പോഴെങ്കിലും അതൊന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ എന്തുകൊണ്ടൊരു ഇതായിട്ട് ഇട്ടുകൂടാ, ഹൈലൈറ്റ് മാതിരി ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ അവിടെ ഇരുന്നോട്ട് പറഞ്ഞു, എന്നാൽ ഒരു പേര് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവൾ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു റിഫ്ലക്ഷൻസ് എന്ന് ഇട്ടാലോ എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഗുഡ്, റിഫ്ലക്ഷൻ എന്ന് ഇട്ടുള്ളൂ. അപ്പോൾ ഈ റിഫ്ലക്ഷൻസ് എന്ന് ഇട്ടിട്ട് അതിൽ ഹൈലൈറ്റിൽ അത് അന്ന് തൊട്ട് സ്റ്റോറികൾ ഇടണേ. പിന്നെ ഇത് ആൾക്കാർ കുറേശ്ശെ നോട്ട് ചെയ്യാൻ തുടങ്ങി. എന്നോട് അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ചോദിക്കുക, ഇന്നലെ എന്താ അത് വൈകിയത്, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടില്ല. അല്ലെങ്കിൽ ദർശനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും അച്ഛനിടണത് ഭയങ്കര ഇതാട്ടോ, ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് രാവിലെ. എൻ്റെ വാക്കുകളല്ല ഇതൊന്നും, ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വേറെ ആർക്കും വേണ്ടിയല്ല, അത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ഇടുന്ന റിമൈൻഡേഴ്സാണ്. പക്ഷേ അത് ആൾക്കാർ കുറേശ്ശെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എനിക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി, ഞങ്ങളത് കാണാറുണ്ട് കേട്ടോ, അത് നിർത്തരുത്. അപ്പം ഞാൻ ഈ റിഫ്ലക്ഷൻസ് 1 തുടങ്ങിയിട്ട് ഒരു 100 ആകുമ്പോൾ അതൊന്നറിയില്ലോ. അങ്ങനെ ഇപ്പോൾ 10,000 സ്റ്റോറീസ് ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകളെ അല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ എനിക്ക് റിമൈൻഡേഴ്സായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അത്. പക്ഷേ വളരെ കുറേ ആൾക്കാർ നോട്ട് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലേറ്റായി എന്നൊക്കെ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യണ ഒരു പ്രവൃത്തിയാണ് മെയിലുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഉടനെ ഒരു 2-3 സ്റ്റോറി ഇട്ട്, എന്നിട്ട് ഞാൻ ചായ കുടിക്കണത് പോലും കാരണം എന്താ വെച്ചാൽ അതിനിടയ്ക്ക് ആൾക്കാർ ചിലവരൊക്കെ രാവിലെ നേരത്തെ നോക്കണവരൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ എന്നെ കാണുമ്പോൾ പറയുമ്പോൾ ഇത് ആൾക്കാർ നോട്ട് ചെയ്യുന്നുണ്ടോ. അപ്പം അത് ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി എന്നുള്ളതിനല്ലാണ്ട് അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും പബ്ലിക് മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഞാനത് എൻ്റെ താല്പര്യത്തിനൊരു സ്റ്റോറി ആയിട്ടിടുന്നു, അതിനൊരു ഭാഗത്ത് കൂട്ടി വെക്കണു, അതിനപ്പുറത്തേക്ക് അത് പ്രത്യേകിച്ചൊന്നുമില്ല. ശരിക്കും ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് പോലെയാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലേക്ക് എത്തിയത്. ശരിക്കും ചേച്ചി നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്താണ്? സിനിമയെക്കാട്ടിലും കൂടുതൽ എനിക്ക് പറഞ്ഞാൽ പിന്നെ കൂടുതൽ ഓരോ ദൈവങ്ങളെ പറ്റി കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ള കഥകളും അതിൻ്റെ ഇന്നർ മീനിങ് കണ്ടുപിടിക്കുക, അത് വായിക്കുക, അതിനെപ്പറ്റി അറിയുക, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ കുറേ റൂട്ടീൻസ് ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്കിങ്ങനെ പെട്ടെന്ന് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്കത് ഓഫീസ് ജീവിതത്തിലാണെങ്കിലും ഇഷ്ടമല്ല, ഫാമിലി ഇതിലും അങ്ങനെയാണ്. എനിക്കിങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഡിസിപ്ലിൻഡായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് റൂട്ടീൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോലെ സ്ഥിരമായിട്ടൊരു ഈശ്വര വിശ്വാസിയാണ്, ഞങ്ങൾ രണ്ടുപേരുമാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോലെ നടക്കൽ അത് എക്സസൈസും കൂടിയാണ് എൻ്റെ. നടക്കും, അമ്പലത്തിൽ പോകും, നടന്നേ പോവുള്ളൂ, പോയി വരും. വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പം മൊബൈൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ശരിയല്ല എന്നറിയാം, എന്നാലും പക്ഷേ അത് ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. അപ്പോൾ ടി വി ആക്ച്വലി കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. ഇപ്പം ന്യൂസിനോ അതിനൊക്കെ നമ്മൾ കുറേയും കൂടിയും മൊബൈൽ ബേസ്ഡായി കുറേയും കൂടിയും. അപ്പോൾ രാത്രിയൊക്കെയാണ് എപ്പോഴെങ്കിലും ഫുള്ളായിട്ട് ന്യൂസൊക്കെ എന്താണെന്നൊക്കെ കേൾക്കലൊക്കെ. അതുവരെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെ വരുന്ന വിവരങ്ങളൊക്കെ അറിയണ്ടായിരിക്കും. അപ്പോൾ അതൊരിതുണ്ട്. പിന്നെ കൂടുതലായിട്ട് എല്ലായിടത്തും എത്തിപ്പെടുക, എനിക്ക് അതാണ് ഇഷ്ടം. എനിക്കിങ്ങനെ വളരെ സോളിറ്റ്യൂഡ്. ഞാൻ 10 കൊല്ലം ഇവരൊക്കെ കുട്ടികളൊക്കെ പോന്നു കഴിഞ്ഞിട്ട് 10 കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് സൗദിയിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്നും ഇതേമാതിരി ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ബാഡ്മിൻ്റൺ കളിക്കൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഓഫീസ് ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് ആൾക്കാരുടെ കൂടെ ഉണ്ടാവാനുള്ള അങ്ങനത്തെ ഇതാണ് കൂടുതൽ ഇഷ്ടം. അത് പക്ഷേ എപ്പോഴും നടക്കാറൊന്നുമില്ല. എന്നാലും എന്താ പറയുക, ഇപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ
ഏതാണ്ട് അതിൻ്റെ അമ്മയൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യണേ. അമ്പലത്തിൽ പോലും മാത്രമല്ല, ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തുമ്പോഴേക്കും ഒരു നേരമാവും. കാരണം ഈ പോണ വഴിയിലുള്ള വീടുകളിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും. അവരൊക്കെ വർത്തമാനം പറയും, കാര്യങ്ങൾ പറയും, എവിടെയാ എന്താ മരുന്ന് കഴിച്ച്, ഇന്നലെ എവിടെയാ പോയ, വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ റൂട്ടീൻസ് ഉണ്ട്. പോണ വഴിക്ക് ചിലപ്പോൾ അത് ഇന്ന ആൾക്കാരൊന്നുമില്ല, ചിലപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നടന്ന ഒരേ വഴി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എല്ലാവരെയും കാണുമ്പോൾ അവരുമായിട്ട് എന്താ വിശേഷം, അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നേരെ തിരിച്ചാ സന്തോഷം. എന്താ വെച്ചാൽ ഇതൊക്കെയാണ് എല്ലാം കേൾക്കലൊക്കെ ഉണ്ടെങ്കിലും സിനിമ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അസുഖവും ഇല്ല, ഒന്നുമില്ല, വേറൊരു ലോകത്ത് ചെന്ന പോലെ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഭയങ്കരമായിട്ട്, അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ തീരെ ഒട്ടും ഉറങ്ങാതെ ആയിരിക്കും പോയിണ്ടാവുക. അവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വേറെയായി. അത് കാരണം ഞങ്ങൾക്കും വളരെ എന്താ പറയുക, ഞങ്ങൾക്ക് സമാധാനമാണ്. കാരണം എന്താ പറയുക, ഞങ്ങൾക്കറിയാം ഒട്ടും വയ്യാണ്ട് ഉറങ്ങാണ്ടൊക്കെ പോയിക്കണമെന്ന് അറിഞ്ഞാലും ഞങ്ങൾക്കറിയാം ഷീൽ മാനേജ്. കാരണം എന്താ വെച്ചാൽ അത് അത്രയ്ക്ക് പാഷൻ വേണം. അല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു നമ്മൾ ഈ H1N1 വന്ന് ഒട്ടും വയ്യാണ്ട് IM ഗെയിം ചെയ്യുമ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അന്ന് രാത്രി തിരിച്ചങ്ങോട്ട് പോയി. എന്നിട്ടും അതെ, അവിടെ ചെന്നിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. സംഭവം വയ്യായിരുന്നു, പക്ഷെ അതൊന്നും ആ വയ്യായൊന്നും അറിയണില്ല. ആകെ കൂടി അത് കാരണം കമലിൻ്റെ ഒരു പടം ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. അത് കഴിഞ്ഞ് ഒരു പടം കൂടിയും ചെയ്തു. ഒരു സ്റ്റാർട്ടപ്പ് കഥ. ഇതിലൊക്കെ അപ്പുറത്ത് ലിജിൻ ജോസിന്റെ ചേരക്കാണ് ഞാൻ കാത്തിരിക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ സിനിമകളൊക്കെ എത്തട്ടെ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ രണ്ടുപേർക്ക് ഇനിയും എത്തി ജീവിതം ഇച്ചിലൂടെ ഇതിലും കളർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ.